അപ്പൊ നമ്മൾ കൊച്ചിയിൽ നിന്ന് തുടങ്ങുമ്പോൾ പാതിവില തട്ടിപ്പിൽ നിന്ന് തുടങ്ങാം. കൊച്ചിയിൽ ആരാണ്? അഞ്ജലിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അഞ്ജലി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു ഉഷാറ് കുറവുണ്ടോ? ഇല്ലില്ല, ഉഷാറുണ്ട്. ശരി ശരി. എന്തായാലും നമ്മൾ വാർത്തകളിലേക്ക് വരുമ്പോൾ ഈ പാതിവില തട്ടിപ്പ് കേസ്, അപ്പോൾ അതിൽ അനന്തകൃഷ്ണനുമായുള്ള പോലീസിന്റെ തെളിവെടുപ്പ് ഇന്ന് തുടരും അല്ലേ? മാത്രമല്ല കൊച്ചിയിൽ ഓഫീസിലും ഫ്ളാറ്റിലും ഒക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും പറയുന്നു. എന്താണ് കൂടുതൽ അപ്ഡേറ്റ്സ് അതിലെ? അതെ, അനന്തകൃഷ്ണനുമായിട്ട് ഇന്ന് കൊച്ചിയിലുള്ള ഓഫീസിലും കൂടാതെ അനന്തകൃഷ്ണൻ്റെ ഫ്ലാറ്റിലൊക്കെയാണ് തെളിവെടുപ്പ് ഉണ്ടാവുക. ഇന്നലെ അനന്തകൃഷ്ണൻ വാങ്ങിക്കൂട്ടിയ, അതായത് ആദ്യമായിട്ട് അനന്തകൃഷ്ണൻ വാങ്ങിക്കൂട്ടിയ ഭൂമി വാങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഇന്നലെ തെളിവെടുപ്പ് ഉണ്ടായിരുന്നത്. ഈരാറ്റുപേട്ടയിലും കൂടാതെ ഇടുക്കിയിലുള്ള 4 സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഇന്നലെ പോലീസ് തെളിവെടുപ്പിന് പോയത്. അനന്തകൃഷ്ണനുമായിട്ട് രാവിലെ 10 മണി മുതൽ ഈ തെളിവെടുപ്പ് ആരംഭിച്ചിരുന്നു. ഉച്ചയ്ക്കൊരു 2 മണിയോടെയാണ് തെളിവെടുപ്പ് പൂർത്തിയായത്. ഈ ഈരാറ്റുപേട്ട കൂടാതെ ഈ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള തൊടുപുഴയാണ് അനന്തകൃഷ്ണൻ്റെ ഓഫീസും വീടും ഉള്ളത്. ഈ സ്ഥലങ്ങളൊക്കെ അനന്തകൃഷ്ണൻ പോലീസിന് കാണിച്ചു കൊടുത്തു. കൂടാതെ ഈ കുടയത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തും അനന്തകൃഷ്ണന് ഭൂമിയുണ്ട്. നമ്മൾ ഈ പല സിനിമകളിലും കാണുന്ന ലൊക്കേഷനാണ് അനന്തകൃഷ്ണൻ്റെ ഭൂമി. ആ രീതിയിലാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഈ കൊളപ്ര എന്ന് പറയുന്ന സ്ഥലത്ത്, ഇടുക്കി ജില്ലയിലെ കോളപ്രയിൽ അനന്തകൃഷ്ണന് 2 ഭൂമിയുണ്ട്. ഇത്തരത്തിൽ 5 സ്ഥലങ്ങളാണ് ഇന്നലെ അനന്തകൃഷ്ണൻ ആദ്യമായിട്ട് വാങ്ങിക്കൂട്ടിയ സ്ഥലങ്ങൾ. ഇതൊക്കെയാണ് അനന്തകൃഷ്ണൻ ഇന്നലെ പോലീസിനായിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അവിടെ പോലീസ് എത്തി അനന്തകൃഷ്ണനുമായിട്ട് ഇറങ്ങിയായിരുന്നു തെളിവെടുപ്പൊക്കെ നടത്തിയത്. കൂടാതെ വീടും പരിസരവും ഒക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ അനന്തകൃഷ്ണൻ്റെ ഈ തൊടുപുഴയിലുള്ള ഓഫീസും അനന്തകൃഷ്ണൻ പോലീസിന് കാണിച്ചു കൊടുത്തു. ഇവിടെയെല്ലാം പോലീസ് രേഖകളൊക്കെ ശേഖരിക്കുകയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് പ്രധാനമായും അനന്തകൃഷ്ണൻ കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു പ്രധാന ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. ഈ ഓഫീസിലും ഇന്ന് പോലീസ് എത്തി തെളിവെടുപ്പ് തുടങ്ങും. 10 മണിക്കായിരിക്കും പോലീസ് എത്തുക എന്നാണ് അറിയുന്നത്. കൂടാതെ ഈ ഗ്ലോബൽ ആനന്ദകുമാറുണ്ട്, അതായത് സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റി ചെയർമാൻ. ഈ ആനന്ദകുമാറിലേക്കും അന്വേഷണം നീളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അനന്തകുമാർ മൊഴി നൽകിയിരുന്നു, ആനന്ദകുമാറിന് 2 കോടി രൂപ നൽകിയിരുന്നത്. അതിനാൽ തന്നെ ആനന്ദകുമാറിലേക്കും പോലീസിൻ്റെ അന്വേഷണം നീളുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ പല ജില്ലകളിൽ നിന്നും ഇപ്പോഴും അനന്തകുമാറിനെതിരെ പരാതികൾ ഉയരുകയാണ്. ഇന്നലെ അനന്തകുമാറിനെ ഈ ഈരാറ്റുപേട്ട തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോൾ സമീപത്തുള്ള ആളുകളൊക്കെ പ്രതിഷേധമായി എത്തിയിരുന്നു. കാരണം ഈ നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയത്. അനന്തകുമാറിനെ തങ്ങളെ പറ്റിച്ച വ്യക്തി എന്ന രീതിയിൽ അസഭ്യം പറഞ്ഞൊക്കെയാണ് അനന്തകുമാറിനെ അനന്തകൃഷ്ണനെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ഇവരൊക്കെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കൊച്ചിയിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും നമ്മൾ നോക്കിക്കാണ്ടതാണ്. കാരണം അത്രമാത്രം ആളുകളായിരുന്നു ഇന്നലെ ഈരാറ്റുപേട്ടയിലേക്ക് കൊണ്ടുവന്നപ്പോൾ. ബാക്കിയുള്ള അനന്തകൃഷ്ണൻ്റെ ഇടുക്കി ജില്ലയിൽ ഉൾപ്രദേശങ്ങളിലാണ് അനന്തകൃഷ്ണന് ഭൂമിയുള്ളത്. പക്ഷേ ഇതെല്ലാം കണ്ണായ സ്ഥലങ്ങളാണ്. അവിടേക്ക് എത്തുമ്പോൾ ഈ നാട്ടുകാരൊക്കെ കൂടുന്നുണ്ടെങ്കിലും പക്ഷേ പ്രതിഷേധം ഒന്നും ഉണ്ടായില്ലായിരുന്നു. പക്ഷേ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ അനന്തകൃഷ്ണൻ പ്രധാനമായിട്ടും ഈ ആളുകളോടൊക്കെ പറഞ്ഞത് കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഈ ഓഫീസ് ഉള്ളത് എന്നൊക്കെയാണ്. അതിനാൽ തന്നെ ഇന്ന് കൊച്ചിയിലെ തെളിവെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശരി അഞ്ജലി, എന്തായാലും ഒരുപാട് പേർ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു വലിയ കൂട്ടം ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. മറ്റൊരു വാർത്ത കൂടി നമുക്കറിയണം. ഈ CPIM തൃശ്ശൂർ ജില്ലാ സമ്മേളനം ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ പ്രതിനിധി സമ്മേളനം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും, അങ്ങനെയല്ലേ? അതെ, തീർച്ചയായും. ഇന്ന് കുന്നംകുളത്ത് വെച്ചാണ് CPM തൃശ്ശൂർ ജില്ലാ സമ്മേളനം തുടങ്ങുന്നത്. പ്രതിനിധി സമ്മേളനം 9 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുക. കൂടാതെ ജില്ലാ സമ്മേളനങ്ങൾ അവസാനിക്കുകയാണ്. അവസാനത്തെ ഇത് തൃശ്ശൂർ വെച്ച് ഇന്ന് നടക്കുന്നതാണ്. ഈ 11-ാം തീയതിയാണ് സമാപന സമ്മേളനം. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും. 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 17 ഏരിയകളിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട 392 പ്രതിനിധികളും ഉൾപ്പെടെ 434 പേർ പ്രതിനിധി സമ്മേളനത്തിൽ ഇന്ന് പങ്കെടുക്കും. പിന്നെ അടുത്ത ഈ ഒരു സമ്മേളനം ഉണ്ടാവുക കൊല്ലത്ത് വെച്ചായിരിക്കും. അതായത് അടുത്ത മാസത്തെ സംസ്ഥാന സമ്മേളനം ഉണ്ടാവുക കൊല്ലത്ത് വെച്ചായിരിക്കും. കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഇത് അവസാന സമ്മേളനം കൂടി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചർച്ചയാവും. വലിയ വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പെടും. കൂടുതൽ CPMന് ഒരു ചിന്തിക്കാനും കൂടുതൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഒരു സമ്മേളനത്തെ കാണുക.